ഹായ്. ഹേ. സോ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 ബോയ് ആൻഡ് ഫോഴ്സ്. ഓക്കെ, ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാടാ? ബോയ് ആൻഡ് ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബോയ് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? മക്കളെ? ഓക്കെ, അതിന്റെ മുന്നേ നമ്മൾ ഒരു ഷിപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു ഷിപ്പ് നമ്മൾ സീയിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഷിപ്പിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഈ ഒബ്ജക്റ്റ് എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ഉണ്ട് അല്ലെ? വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ഡ്യൂ ടു ഗ്രാവിറ്റി. അതേപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് എക്സേർട്ട് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദിസ് ഷിപ്പ്. ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഫ്ലൂയിഡ് എപ്പോഴാണ്? when an object is fully or partial, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ നമ്മൾ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. ഓക്കെ, ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അപ്വേർഡ് ഫോഴ്സ് ആക്ടിങ് by the fluid on an object in the upward direction. When an object is fully or partially immersed in a fluid, the upward force exerted by the fluid on the object is the buoyant force. ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെ, ബലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. ഇനി ആരൊക്കെയാണ് ഈ ബോയന്റ് ഫോഴ്സ് കൊടുക്കുക? ഫ്ലൂയിഡ്സ്. ആരൊക്കെയാണ്? ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ലിക്വിഡ്, ദെൻ ഗ്യാസ്. ഗ്യാസിനെയും ലിക്വിഡിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് എന്ത്? ഫ്ലൂയിഡ്സ്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്, ദെൻ അപ്വേർഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് ബോയന്റ് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മളൊരു ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ബോയന്റ് ഫോഴ്സ്? ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ദെൻ ഓക്കെ, ഈ സ്റ്റോണിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പ്രിംഗ് ബാലൻസിൽ അല്ലെ, നമുക്കറിയാം എന്തിനാ സ്പ്രിംഗ് ബാലൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി. എന്തിനാണ്? വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി. സപ്പോസ് ഞാൻ ഈ ഒരു സ്റ്റോണിനെ എയറിൽ നോക്കുന്ന സമയത്ത് എന്റെ സപ്പോസ് ദിസ് ടു ബി 20 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ നേരെ പിടിച്ചിട്ട് ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്തു. വാട്ടറിൽ ഡിപ്പ് ചെയ്ത സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന വെയിറ്റ് എത്രയാടാ? ഒരു 10 ന്യൂട്ടൺ. എത്രയാണ്? 10 ന്യൂട്ടൺ. ഇവിടെ എന്തുണ്ട്? ആദ്യം 20 ന്യൂട്ടൺ ആണ് നമ്മുടെ എയറിലുള്ള സമയത്ത് വെയിറ്റ്. ഇനി വാട്ടറിൽ ഡിപ്പ് ചെയ്ത സമയത്തിന്റെ വെയിറ്റ് എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ട് അല്ലെ? അതായത് ഈ കാണിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെയിറ്റ് ആണ്. ഈ റിസൾട്ടന്റ് വെയിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് അല്ലെ, 20 ന്യൂട്ടൺ താഴോട്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ ഒരു ന്യൂട്ടൺ ഫോഴ്സ് എന്തുണ്ട്? അപ്വേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ബോയന്റ് ഫോഴ്സ്. അപ്പൊ എങ്ങനെയാണ് ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ബോയന്റ് ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എയർ മൈനസ് weight of water, weight of the object in air minus weight of the object in വാട്ടർ. ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും നമ്മൾ എന്താ ചെയ്യുക? വായുവിലുള്ള ഭാരം മൈനസ് ദ്രാവകമാണെങ്കിൽ ദ്രാവകത്തിലുള്ള വെയിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? എയറിലുള്ള വെയിറ്റ് മൈനസ് വാട്ടറിലുള്ള വെയിറ്റ്. ഇനി ബോയന്റ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാടാ? ഒന്ന് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ദെൻ വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്. ഡെൻസിറ്റി കൂടിയാൽ, ശ്രദ്ധിച്ചോളൂ, ഡെൻസിറ്റി കൂടിയാൽ ബോയന്റ് ഫോഴ്സ് കൂടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സാൾട്ട് വാട്ടർ, ദെൻ പ്യുവർ വാട്ടർ. ഇതിൽ ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ? സാൾട്ട് വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ. സോ ബോയന്റ് ഫോഴ്സും കൂടുതൽ എവിടെയായിരിക്കും? സാൾട്ട് വാട്ടർ ആയിരിക്കും കൂടുതൽ ബോയന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. കൂടുതൽ ബോയന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒബ്ജക്റ്റ് കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഫ്ലോട്ട് ചെയ്യും.
ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റ് സാൾട്ട് വാട്ടറിലും പ്യുവർ വാട്ടറിലും അല്ലെ, സെയിം ഒബ്ജക്റ്റ് ആണ്. സാൾട്ട് വാട്ടറിലും പ്യുവർ വാട്ടറിലും നമ്മൾ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് സാൾട്ട് വാട്ടറിലായിരിക്കും എന്ത് ഈ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? സാൾട്ട് വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. സോ ആർക്കാണോ ഡെൻസിറ്റി കൂടുതൽ അയാളിലായിരിക്കും എന്ത് ചെയ്യുക, ഫ്ലോട്ടിങ് കൂടുന്നത്. അടുത്തത് വോള്യം ഓഫ് ദ സബ്സ്റ്റൻസ് അല്ലെ, വോള്യം. സോ അതേപോലത്തെ വോള്യം കൂടുമ്പോൾ എന്ത് ചെയ്യടാ, നമ്മുടെ ബോയൻ ഫോഴ്സ് കൂടും. ആർക്കാണോ വോള്യം കൂടുതൽ അവിടെ ആയിരിക്കും ബോയൻ ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്, ഇറ്റ്സ് 1 ന്യൂട്ടൺ വെയിറ്റ്. അതേപോലെ ഒരു കോയിൻ സെയിം വെയിറ്റ് 1 ന്യൂട്ടൺ. ഇത് നമ്മൾ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബക്കറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആരാണടാ ഫ്ലോട്ട് ചെയ്യുക? നമ്മുടെ ബലൂൺ ആയിരിക്കും ഫ്ലോട്ട് ചെയ്യുക. കോയിൻ എന്ത് ചെയ്യും, ഇത് താഴെ സിങ്ക് ചെയ്ത് കിടക്കും. അതായത് ആർക്കാണോ വോള്യം കൂടുതൽ അയാൾക്കായിരിക്കും എന്ത് ചെയ്യുക, ബോയൻ ഫോഴ്സ് കൂടുതൽ. ഓക്കെ, ബോയൻ ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, അഗൈൻ വോള്യം ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, ഇപ്പൊ സെയിം വെയിറ്റ് ആണ് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ തരും. പക്ഷെ വോള്യം ഡിഫറെന്റ് ആയിരിക്കും. വോള്യം ഡിഫറെന്റ് ആവുമ്പോ ആർക്കാണോ കൂടുതൽ വോള്യം അയാളായിരിക്കും എന്ത് ചെയ്യുക, അയാൾക്കായിരിക്കും കൂടുതൽ അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. എന്താണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് when a body is immersed partially or fully in a fluid, it experiences an upward force. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിന് മുകളിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്വേർഡ് ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബോയൻ ഫോഴ്സ് അല്ലെ. ഈ ബോയൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നറിയോ? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫുള്ളി വെള്ളം നിറച്ചൊരു ബക്കറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലേ, എന്തെങ്കിലും ഒരു ടംബ്ലർ. ഓക്കെ, ഇതിൽ ഫുള്ള് വാട്ടർ ആണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു ഒബ്ജക്റ്റിനെ കൊടുന്ന് ഇതിൽ ഇമ്മേഴ്സ് ചെയ്തു അല്ലെ, ഇതിലിട്ടു. ഇതിൽ ഡിപ്പ് ചെയ്യാൻ സമയത്ത് എന്ത് പറ്റടാ, കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോയ വെള്ളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. എന്താ വിളിക്കുക? ഡിസ്പ്ലേസ്ഡ് വാട്ടർ, അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെട്ട വാട്ടർ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, ആർക്കിമിഡീസ് പറഞ്ഞത് എന്താണ്? ഈ ഒരു ഡിസ്പ്ലേസ്ഡ് വാട്ടറും എന്തിന് ഈക്വൽ ആയിരിക്കും? ബോയൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ എന്തിന് ഈക്വൽ ആയിരിക്കും? ബോയന്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, when an object is fully or partially immersed in a fluid, it experience ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്. അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. ഈ ബോയന്റ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ഡിസ്പ്ലേസ്ഡ് വാട്ടറിന് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഇത് ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മാത്രം ഉള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുക? ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റും ഈക്വൽ ആണെങ്കിലാണ് എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെഡ് സീലൊക്കെ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വെയിറ്റും നമ്മൾ കാണാൻ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റും ഈക്വൽ ആണെങ്കിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലോട്ട് ചെയ്യുക. നമ്മൾ ഫ്ലോട്ട് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ വെയിറ്റും അതേപോലെ ഈ ഒബ്ജക്റ്റ് ആദേശം ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റും ഈക്വൽ ആണെങ്കിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലോട്ട് ചെയ്യുക. ഇത് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. എന്താ പ്ലവന തത്വം? when an object float on a fluid, the weight of the objectും അതേപോലെ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡിന്റെ വെയിറ്റും ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? weight of the object is equal to weight of the water displaced. പ്രിൻസിപ്പിൾ ഓഫ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ബോയൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആടാ? ബോയൻ ഫോഴ്സ് ഈക്വൽ ടു weight of the water displaced. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറഞ്ഞത് എന്താണ്? ഈ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്തിന് ഈക്വൽ ആണ്? ലോസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓക്കെ,
എന്താണ്? എ ബോട്ട് ഓൺ എ ലേക്ക് ഡിസ്പ്ലേസസ് 600 kilogram of water. Calculate the buoyant force experienced by the boat. ഓക്കെ, ഒരു ബോട്ട് ഉണ്ട്, അത് ആദേശം ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റ് എത്രയാടാ? 6000 kilogram. 6000 kilogram. This is the weight of the water displaced. Okay, weight of the water displaced. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താടാ? ബോയൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ബോയൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ എന്തിന് ഈക്വൽ ആണ്? ബോയൻ ഫോഴ്സിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ബോയൻ ഫോഴ്സ് എത്രയാണ്? ഇതേത് 6000 kilogram. ഓക്കെ, ബോയൻ ഫോഴ്സ് എത്രയാണ്? 6000 kilogram ആണ് ബോയൻ ഫോഴ്സ്. ഓക്കെ ആണല്ലോ? ഓക്കെ, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്. അപ്പൊ 6000 kilogram ആണെങ്കിൽ ബോയൻ ഫോഴ്സ് എത്രയാണ്? 6000 kilogram. ഇനി അടുത്ത ടോപ്പിക്, റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ വെള്ളത്തിന്റെ സാന്ദ്രത. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത ഈക്വൽ ടു വസ്തുവിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാടാ? 1000 kilogram per meter cube. 1000 kilogram per meter cube. ഇനി ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ 1000 kilogram per meter cube. ഇനി ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് എത്രയോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് പറയാൻ പറ്റും റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, സോ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ലടാ? യൂണിറ്റ് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ കോപ്പർ അല്ലെ? കോപ്പറിന്റെ സാന്ദ്രത 8900 kilogram per meter cube ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി? നമുക്കറിയാം റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ എടുത്ത് എഴുതണം കേട്ടോ. സോ നമുക്ക് തന്നിട്ടുണ്ട് ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് 8900 kilogram per meter cube ഡിവൈഡഡ് ബൈ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാടാ? 1000 kilogram per meter cube. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കട്ടി നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു 8.9. റിലേറ്റീവ് ഡെൻസിറ്റി വെള്ളത്തിനെ അപേക്ഷിച്ചിട്ട് കോപ്പറിന് എത്ര മടങ്ങ് ഡെൻസിറ്റി കൂടുതലാണ്? 8.9 ടൈംസ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഹൈഡ്രോമീറ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ. റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? ഹൈഡ്രോമീറ്റർ. ഇനി ഹൈഡ്രോമീറ്ററിൽ വാട്ടറിന്റെ റീഡിങ് എത്രയാടാ? 1 ആയിരിക്കും. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ആണ്. സോ ഹൈഡ്രോമീറ്ററിൽ വാട്ട്സ് ദ റീഡിങ് ഓഫ് ഹൈഡ്രോമീറ്റർ ഇൻ വാട്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതേണ്ടത്? 1 ആണ്. ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 1, റിലേറ്റീവ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 1 ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യടാ? ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യും. ഒബ്ജക്റ്റ് ഫ്ലോട്ട്. റിലേറ്റീവ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ
ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യും. റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യുന്നും കൂടെ ഇവിടെ ഓർത്തു വെക്കുക. ഓക്കെ, ഹൈഡ്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി. ഇനി വാട്ടറിലുള്ള ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ് എത്രയാടാ? 1 ആണ്. എത്രയാണ്? 1 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ചിലപ്പോ ഈ ഒരു ഡിവൈസ് തന്നിട്ട് എന്താന്നൊക്കെ ചോദിക്കും. ഇതെന്താണ്? ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ്. അടുത്തതാണ് ലാക്ടോമീറ്റർ. ഈ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലാക്ടോമീറ്റർ ഒരു മോഡിഫൈഡ് ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഇത് പ്രത്യേകം നമ്മൾ ഡിസൈൻ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്. പാലിന്റെ ശുദ്ധത കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ലാക്ടോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാടാ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ മാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് വെയിറ്റ് 0.2 kilogram weight in air and 0.19 kilogram weight when fully immersed in water, what is the loss of weight of the object in water? Second, what is the buoyant force felt on the object? ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എത്രയാണ് നമ്മുടെ വെയിറ്റിലുള്ള ലോസ് ഓഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബോയൻ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക് എഴുതി വെക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വെയിറ്റ് ഇൻ എയർ. ഓക്കെ, വെയിറ്റ് ഇൻ എയർ എത്രയാടാ? ഓക്കെ, സോ വെയിറ്റ് ഇൻ എയർ ഈക്വൽ ടു 0.2 kilogram വെയിറ്റ്. ഓക്കെ, കിലോഗ്രാം വെയിറ്റ്. ഇനി വെയിറ്റ് ഇൻ ഫ്ലൂയിഡ്. വെയിറ്റ് ഇൻ വാട്ടർ എത്രയാണ്? വെയിറ്റ് ഇൻ വാട്ടർ ഈക്വൽ ടു 0.19 kilogram വെയിറ്റ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം? ലോസ് ഓഫ് വെയിറ്റ് അല്ലെ? ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെയാ കാണുക? ലോസ് ഓഫ് വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. എത്രയാണ് വെയിറ്റ് ഇൻ എയർ? 0.2 kilogram വെയിറ്റ് മൈനസ് വാട്ടറിലെ വെയിറ്റ് എത്രയാണ്? 0.19 kilogram വെയിറ്റ്. ഓക്കെ, ഈസ് ഈക്വൽ ടു 0.01 kilogram വെയിറ്റ്. ഓക്കെ, ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ്? 0.01 kilogram വെയിറ്റ്. ഇനി ഈ ലോസ് ഓഫ് വെയിറ്റ് തന്നെയാണ് എന്താടാ? ബോയൻ ഫോഴ്സ്. ഓക്കെ, ലോസ് ഓഫ് വെയിറ്റ് എന്തിന് ഈക്വൽ ആണ്? ബോയന്റ് ഫോഴ്സിന് ഈക്വൽ ആണ്. ലോസ് ഓഫ് വെയിറ്റ് എന്തിന് ഈക്വൽ ആണ്? ബോയൻ ഫോഴ്സിന് ഈക്വൽ ആണ്. ഇതെന്തിന് ഈക്വൽ ആണ്? വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കുന്ന 4 പോയിന്റ്സുകളാണ്. ഏതൊക്കെയാണ്? എന്താണ് ബോയൻ ഫോഴ്സ്? എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് ടോട്ടലിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലോസ് ഓഫ് വെയിറ്റ് എന്തിന് ഈക്വൽ ആണ്? ബോയൻ ഫോഴ്സിന് ഈക്വൽ ആണ്. ഈ ബോയൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററുമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു, ബൈ.